ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകി കടന്നു പോകുന്ന ഒരു ചെറുസംഘമാണ് ഞങ്ങൾ. ഇന്ന് പകൽ പല ദേശങ്ങളിലൂടെ കടന്ന് ഈ ദേശത്ത് ഞങ്ങളായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയും സമയത്തെയും ഞങ്ങൾ ഈ മൈക്ക് ബോർഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കൊച്ചു കേരളം പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. ഒരു കാലത്ത് എല്ലാ നിലവാരങ്ങളിലും നമ്മുടെ ഈ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ചിട്ട് ഉന്നതമായ നിലവാരം പുലർത്തിയിരുന്നു. വിദ്യാഭ്യാസമായാലും പ്രകൃതിയുടെ ലഭ്യതയായാലും ഏറ്റവും മനോഹരമായ ഒരു ദേശമായിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് സമൂഹത്തോടും വ്യക്തികളോടും നാം ചോദിച്ചാൽ പലരും പല കാരണങ്ങൾ നമ്മളോട് പറയാറുണ്ട്. ഒന്നെങ്കിൽ വിലക്കയറ്റം, വില തകർച്ച, പല കാരണങ്ങൾ പലരോട് ചോദിച്ചാലും പലതാണ് പറയുന്നത്. എന്നാൽ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണെന്ന് നമുക്കറിയാം. അതിലൂടെ ഈ കൊച്ചു കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ സമാധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കൊച്ചു കേരളം ലഹരിയാൽ മുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞങ്ങളിങ്ങനെ ഓർക്കുകയായിരുന്നു, പഴയൊരു കാലഘട്ടത്തിൽ ബീഡി കുറ്റിയെടുത്ത് വലിക്കുന്ന മകൻ പിതാവ് കണ്ടാൽ വളരെ പേടി തോന്നി പിതാവ് കാണാതിരിക്കേണ്ടതിന് അവന് എവിടെയെങ്കിലുമൊക്കെ മറഞ്ഞിരുന്ന് എൻ്റെ പിതാവ് എന്നെ ശിക്ഷിക്കും എന്നുള്ള ഭയം കൊണ്ട് മാറുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കാലഘട്ടമൊക്കെ മാറി മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗവും മാതാവും പിതാവും സഹോദരങ്ങളും ഒരുമിച്ചിരുന്ന് ആയിക്കഴിഞ്ഞപ്പോൾ അതവർ പറയുന്നത് ഒരു സന്തോഷത്തിന്റെ വേളയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു, അതുകൊണ്ട് എന്താണ് പ്രശ്നം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ആ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ തലമുറകളിൽ നിന്ന് മാറിപ്പോകത്തില്ല. പിന്നെയോ അത് ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസമായി, അത് മാസങ്ങളായി, വർഷങ്ങളായി അതിൽ അടിമകളായി തീരുന്ന ഒരു വലിയ ദുർസ്ഥിതിയിലേക്ക് നിങ്ങളുടെ തലമുറകൾ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. പല മദ്യപാനികളോടും മയക്കുമരുന്നിന് ഉപയോഗം ഏറ്റവും കൂടുതലുള്ള പ്രിയപ്പെട്ടവരോടും ചോദിച്ചാൽ അവർ പറയുന്നത്, തമാശയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചിരുന്നപ്പോൾ ഒന്ന് രുചിച്ചു നോക്കാനായിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ്, എന്നാൽ ഇന്ന് അതിൻ്റെ അടിമയായി ഞാൻ മാറി, എനിക്കതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസത്തെയും പത്രത്താളുകൾ നമ്മൾ പരിശോധിച്ചാൽ പീഡനങ്ങളും അതിക്രമങ്ങളും അക്രമങ്ങളുമല്ലാത്ത ഒരു വാർത്ത പോലും നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ ഒരു പിതാവ് സ്വന്തം മകളെ പീഡിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് 10 മാസം ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിപ്പാനായിട്ടിടയായി തീർന്നു. എന്തൊരു ദുർസ്ഥിതിയാണ്! ഇത് കേൾക്കുമ്പോൾ തന്നെ ലജ്ജയോടുകൂടി അല്ലാതെ നമുക്കിത് പറയുവാൻ കഴിയത്തില്ല. അത്രമാത്രം സ്വന്തം മകളെ മകളെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത നിലവാരത്തിൽ ആ പിതാവായി പോയെങ്കിൽ, സ്വന്തം മാതാവിനെ കാണുമ്പോൾ ഇത് മാതാവാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത നിലവാരത്തിൽ മക്കളായി പോയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇങ്ങനെ നമ്മുടെ നാടിങ്ങനെ പോയാൽ എങ്ങനെയാണ്, ഏത് ദിവസമാണ്, ഏത് വർഷമാണ് നമ്മുടെ നാടിനെ ഒരു നല്ല നിലവാരത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ലഹരി ഒന്നിനും നമുക്ക് ഒരു പരിഹാരത്തിന്റെ ഒരു വഴിയല്ല. ഏതെങ്കിലും ഒരു സന്തോഷവേളയിൽ നിങ്ങളൊരു ലഹരിക്ക് ഉപയോഗത്തിന് നിങ്ങളുടെ സമയത്തെയോ നിങ്ങളുടെ തലമുറകളെയോ കൂട്ടിച്ചേർക്കരുത്. അങ്ങനെ അവർ ആ ലഹരി ഒന്ന് നുണഞ്ഞ് ജീവിതത്തിൽ അവരതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് തകർന്നു പോകുമെന്ന് ഞങ്ങൾ പലരുടെയും ജീവിതം കണ്ട് ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു. ഒന്നിനും നിങ്ങൾ ലഹരിയെ കൂട്ടുപിടിക്കരുത്. നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ ഒരുമിച്ച്, മാതാപിതാക്കന്മാർ ഒരുമിച്ച്, മക്കൾ ഒരുമിച്ച് ഏതെങ്കിലും ഒരു
മധുര പലഹാരം വാങ്ങിച്ച് അല്ലെങ്കിൽ നല്ലൊരു പായസം വെച്ച് അല്ലെങ്കിൽ ആ നിലവാരത്തിൽ സന്തോഷിക്കുകയല്ലാതെ ലഹരിയെ നിങ്ങൾ ഒരിക്കലും കൂട്ടുപിടിക്കുവാനായിട്ട് പാടില്ല. കാരണം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യത്തെ കീഴടക്കുന്ന, കൊന്നൊടുക്കുന്ന, നമ്മളെ അധപതനത്തിന്റെ അനുഭവത്തിലൂടെ കടത്തിവിടുന്ന ഏറ്റവും ഭയാനകമായ ഒരു കാര്യമാണ് ലഹരി എന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലഹരി മുഖാന്തരം ഓരോ കുടുംബങ്ങളും നിലവിളിയുടെയും കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് നമ്മുടെ പത്രത്താളുകൾ നമ്മളെ വിളിച്ചറിയിക്കുകയാണ്. നാം പരിശോധിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ അത് നമ്മളെ വിളിച്ചറിയിക്കുകയാണ്. അതുകൊണ്ട് ലഹരി ഒന്നിനും നിങ്ങൾ കൂട്ടുപിടിക്കരുത് എന്ന് പ്രാരംഭത്തിൽ തന്നെ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തോട് ഞങ്ങൾ ഇങ്ങനെ ലഹരിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവന്മാര് ഇതുവരെ ലഹരിയൊന്നും ഉപയോഗിക്കാതെ വളരെ ഡീസന്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണോ എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളും ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി ജീവിച്ചൊരു കാലഘട്ടം ഞങ്ങൾക്കുണ്ട്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഭവനങ്ങളും, ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും, മാതാവും പിതാവും, ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളോടുകൂടി ഇറങ്ങി പുറപ്പെട്ട ഞങ്ങളുടെ ഭാര്യയും, ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന തലമുറകളൊക്കെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള പ്രസംഗങ്ങൾ, ഇതുപോലുള്ള സന്ദേശങ്ങൾ അത് ഞങ്ങൾ കേൾക്കുകയും ആ സന്ദേശത്തിലൂടെ നിത്യനായ രക്ഷകന്റെ പാദപീഠങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ലഹരിയുടെ പിടിയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടുവാനും ഈ ദേശത്തോട് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്ന് വിളിച്ചു പറയത്തക്കവണ്ണം ഞങ്ങളെ ശക്തന്മാരാക്കി തീർക്കുവാനായിട്ടും കഴിഞ്ഞു. ആ മാർഗത്തെക്കുറിച്ച് ഈ ദേശത്തോട് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ഇത്രത്തോളം സന്തോഷത്തോടും സമാധാനത്തോടും ഞങ്ങളെ നിർത്തിയ മാർഗമാണ് യേശു ക്രിസ്തു എന്ന മാർഗം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ ദേശത്തോട് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നശിച്ചുപോയ ഞങ്ങളെ വീണ്ടെടുത്തത് ഈ മാർഗത്തിലൂടെയാണ്. ഞങ്ങൾ ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയില്ലെന്ന് ഉറപ്പു പറഞ്ഞ അനുഭവത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ വചനം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മാർഗം ഈ ദേശത്തോട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കും ഇതൊരു മതപ്രസംഗമാണെന്നല്ല. ഇത് മതപ്രസംഗത്തിന്റെ വേദിയായിട്ട് ഞങ്ങൾ ഇതിനെ ഉപയോഗിക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു മാർഗമാണ്. രക്ഷപ്പെടുവാൻ, നാം സമാധാനം അനുഭവിപ്പാൻ, സന്തോഷത്തിന്റെ അനുഭവത്തിലൂടെ ജീവിപ്പാൻ തക്കവണ്ണം ഒരു മാർഗമാണ് ഞങ്ങൾ പറഞ്ഞു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ മാർഗം പറഞ്ഞു തരുന്നത് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഈ ദേശത്തും അനുഭവിക്കട്ടെ എന്നുള്ള വലിയ വാഞ്ചയോടുകൂടിയാണ് ഞങ്ങൾ ഈ ദേശത്തോട് ഈ സന്ദേശം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് സ്വയം പ്രഖ്യാപിച്ച് അനേക മാനവജാതിയെ തന്റെ മാറോട് ചേർത്ത് സത്യത്തിലേക്കും നിത്യതയിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നടത്തിയ ഏകമാർഗമായി യേശു ക്രിസ്തുവാണ് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ജീവന്റെ മാർഗം. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു സകല മാനവജാതിയും സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂപരപ്പിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു. ഇത്ര വലിയൊരു ദൈവം എന്തിനു വേണ്ടി ഈ ഭൂപരപ്പിലേക്ക് ഇറങ്ങി വന്നു എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തയുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിപ്പാനായിട്ട് ഇടയായി തീർന്നത് ദൈവത്തെ ആരാധിപ്പാനും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കാനും തക്കവണ്ണമാണ്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശത്തിന് നേരെ വിപരീതമായി മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ചു കഴിഞ്ഞപ്പോൾ, അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനിൽ കടന്നുകൂടിയ പാപം അവനെ അധപ്പതനത്തിലേക്ക് നടത്തിവിടുന്നത് അല്ലെങ്കിൽ തള്ളിവിടുന്നത് വലിയവനായ ദൈവം കണ്ടുകൊണ്ട് ആ മാനവജാതിയെ ആ അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതിനാണ് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഓരോ മാനവജാതിയെയും സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂപരപ്പിലേക്ക് യേശു ക്രിസ്തു ഇറങ്ങി വരുവാനായിട്ടിടയായി തീർന്നത്. 33 തിരുവയസ്സ് വരെയും ഈ ലോകത്തിൽ നമ്മുടെ കർത്താവ് ജീവിപ്പാനായിട്ടിടയായി തീർന്നു. വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തിയ അനുഭവത്തിൽ ഇതാ സ്വർഗീയ പിതാവ് ഇറങ്ങി വന്ന് മാറ്റി നിർത്തിയ തള്ളിക്കളഞ്ഞ സകല മാനവജാതിയെയും തന്റെ മാറോട് ചേർത്ത് സ്നേഹിച്ച് 33 തിരുവയസ്സിൽ മനുഷ്യനിൽ കടന്നുകൂടിയ പാപത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരേണ്ടതിന് സകല മാനവജാതിയുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് കാൽവരുടെ കൊലമരത്തിൽ നമ്മുടെ എല്ലാം പാപങ്ങൾ വഹിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഒരു യാഗമരണം അനുഭവിപ്പാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ,
കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം ഒരു യാഗമരണമാണ്, അതൊരു അപകട മരണമല്ല. യേശു ക്രിസ്തു വാർദ്ധക്യ സഹജമായോ രോഗം ബാധിച്ചോ മരിച്ചതല്ല, പിന്നെയോ മനുഷ്യന്റെ ഉള്ളിൽ കടന്നുകൂടിയ പാപത്തിൽ നിന്ന് അവന് സ്വയം രക്ഷപ്പെടുവാൻ കഴിയില്ലെന്ന് സൃഷ്ടാവായ ദൈവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവന്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആകാശത്തിനും ഭൂമിക്ക് മധ്യേ തൂങ്ങപ്പെടുവാനായിട്ടിടയായി തീർന്നു. കാൽവരുടെ കൊലമരത്തിൽ 3 ആണിമേൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമരണം ഏൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവശക്തിയാകുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിൽ ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ശാപമരണം, നാം അനുഭവിക്കേണ്ട ശാപങ്ങൾ മുഴുവനും വഹിച്ചുകൊണ്ട് ശാപമരണം ഏൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ മരണം ആസ്വദിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു കാൽവരി കൊലമരത്തിൽ മരിച്ചു, അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മാനവജാതി രക്ഷപ്പെടത്തില്ല. വിശുദ്ധ വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്നാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് കാൽവരിയുടെ കൊലമരത്തിൽ മരിച്ചു, അവസാനത്തുള്ള രക്തം വരെയും ചൊരിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത കർത്താവ് എന്റെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിനാണ് മരിച്ചു എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ, ആ കർത്താവിന്റെ രക്തത്താൽ നാം ഓരോരുത്തരും കഴുകൽ പ്രാപിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുടെ അനുഭവം ലഭിക്കുകയുള്ളൂ. വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും അത് ഹിമത്തെ പോലെ വെളുപ്പിക്കുവാനായിട്ടിടയായി തീരും. എങ്ങനെ? യേശു ക്രിസ്തുവിന്റെ രക്തം മൂലം. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ചൊരിയുവാനായിട്ടിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൽ വിശ്വസിക്കുകയും എന്റെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് യേശു ക്രിസ്തു എനിക്ക് പകരം യാഗമരണം വരിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ യേശു ക്രിസ്തുവിന് വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ പാപക്ഷമ എന്ന അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകുവാൻ, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് പറഞ്ഞ മൊഴികളിൽ ഏറ്റവും സുപ്രധാനമായ മൊഴി സകലതും നിവർത്തിയായെന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ മാനവജാതിക്ക് വേണ്ടി യേശു ക്രിസ്തു അവസാനത്തുള്ള രക്തം വരെയും ചൊരിഞ്ഞ് സകലതും നിവർത്തിച്ചു. ഇനിയും മാനവൻ എന്താണ് ചെയ്യേണ്ടത്? അത് വിശ്വസിക്കുക, അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുക, ആ കർത്താവിൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഈ ദേശത്തോട് പറയുവാൻ മറ്റൊരു കാരണമുണ്ട്. മരണമെന്ന് പറയുന്ന ഒരു 3 അക്ഷരം നമ്മുടെ മുന്നിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ജീവിച്ച സകല മാനവജാതിയും മരണമെന്ന അവസ്ഥയിലൂടെ കടന്നുപോയേ മതിയാകത്തുള്ളൂ. മരണം വാർദ്ധക്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് പഴയ കാലങ്ങളിലുള്ളവരൊക്കെ പറയുമായിരിക്കും. എന്നാൽ ഇന്ന് ജനിക്കുന്ന സമയം മുതൽ മരണത്തെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ബാല്യം മുതൽ വാർദ്ധക്യം വരെയും മരണം നമ്മളെ എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ നമ്മളെ കടന്നുപിടിപ്പാനായിട്ടിടയായി തീരും. 3 അക്ഷരത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, മരണം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യനും വിചാരിച്ചിരിക്കുന്നത് മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നു എന്നാണ്. എന്നാൽ മരണം കൊണ്ട്, ആരടി മണ്ണ് കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം യേശു ക്രിസ്തുവിലൂടെ നമ്മളോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. മരണമെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അവസാനമല്ല, പിന്നെയോ മറ്റൊരു ജീവിതത്തിന്റെ തുടക്കമാകുന്നു. ഞങ്ങളോട് ചോദിക്കാം, ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പ്രിയപ്പെട്ടവരെ, കാൽവറിയിൽ യേശു ക്രിസ്തു അവസാനത്തുള്ള രക്തം വരെയും ചൊരിഞ്ഞു മരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ കൊണ്ട് യേശു ക്രിസ്തുവിന്റെ ചരിത്രമോട് കൊണ്ട് തീരുന്നില്ല. പിന്നെയോ യേശു ക്രിസ്തു 3 ദിവസക്കാലം കാൽവറിയിൽ മരിച്ചു, 3 ദിവസക്കാലം അടക്കപ്പെട്ടു എന്ന് നമുക്ക് അറിയാം. പ്രിയപ്പെട്ടവരെ, അത് വിശുദ്ധ വേദപുസ്തകം നമ്മളെ വിളിച്ചറിയിക്കുകയാണ്. അടക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പിന്നെയോ യേശു ക്രിസ്തു 3-ാം നാൾ കല്ലറകളുടെ ബന്ധനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു കടങ്കഥ പോലെ, ഒരു കഥ പോലെ പറയുകയാണെന്ന്. യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്ന് പാലസ്തീന്റെ മണ്ണിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച സകല മഹാന്മാരുടെയും കല്ലറ ലോകത്തിന്റെ പലയിടങ്ങളിലുണ്ട്.
നാം ഓരോ കല്ലറകളും പരിശോധിച്ചാൽ, അവിടെ നമ്മൾ സന്ദർശിച്ചാൽ, അവിടെ എഴുതി വച്ചിരിക്കുന്ന വാചകം അവരിവിടെ അന്തിവിശ്രമം കൊള്ളുന്നു എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ കല്ലറ പാലസ്തീന്റെ മണ്ണിലുണ്ട്. അവിടെ നമ്മൾ സന്ദർശിച്ചാൽ അവിടെ എഴുതി വച്ചിരിക്കുന്ന വാചകം അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ്. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, ഞങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, യേശുക്രിസ്തുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ ചരിക്കുന്നത് കൊണ്ട് ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറം മനുഷ്യന് ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയുന്നു, ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതെന്താ കാരണം? മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതെങ്കിലും തീയതെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറം നമുക്കൊരു ന്യായവിധിയുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത സകല പ്രവൃത്തിക്കും, അത് നല്ല പ്രവൃത്തിയാണെങ്കിൽ നല്ല പ്രവൃത്തിക്കും, യോഗ്യമല്ലാത്ത ജീവിതമാണ് എന്റെയും നിങ്ങളുടെ ജീവിതത്തിലുള്ളെങ്കിൽ അതൊരു ന്യായവിധിയിലേക്ക് നാം പ്രവേശിപ്പാനായിട്ടിടയായി തീരും. എന്നാൽ ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് മാനസാന്തമെന്ന അനുഭവത്തിലൂടെ, രക്ഷയുടെ അനുഭവത്തിലൂടെ നാം ഈ ലോകത്തു നിന്ന് കടന്നുപോയാൽ മരണം എന്തായാലും നമ്മുടെ ജീവിതത്തിലുണ്ട്. മരണത്തിനപ്പുറം നിത്യമായ ഒരു സമാധാനത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പാനായിട്ട് ഇടയായിത്തീരും എന്ന് ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മദ്യപാനിയായത്, മയക്കുമരുന്നിന് അടിമയായി തീർന്നത്, സമൂഹത്തിൽ അനീതി ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്, ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും സമാധാനം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ മദ്യപാനിയായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ലഭിച്ചോ? പിന്നെയും കടവും കടഭാരവും അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നത്? നിങ്ങളെ സ്നേഹിച്ച മാതാവും പിതാവും നിങ്ങളെ ഉപേക്ഷിച്ചതല്ലാതെ, നിങ്ങളെ സ്നേഹിച്ച നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോട് കൂടെ കഴിയുവാനായിട്ട് ആഗ്രഹിച്ച് ഇറങ്ങി വന്ന നിങ്ങളുടെ ഭാര്യ സകലം നിങ്ങളിൽ നിന്ന് മാറിപ്പോയതല്ലാതെ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് പ്രിയപ്പെട്ടവരെ ഉണ്ടായത്? എന്നാൽ യേശുവിനെ നിങ്ങൾ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നുവരെയും നീ ഏതു നിലവാരത്തിൽ ജീവിച്ചോ ആ നിലവാരത്തെ മാറ്റി പുതിയൊരു സൃഷ്ടിയാക്കി ഏറ്റവും മാന്യതയുള്ളവനാക്കി ദൈവം തന്നെ മാറ്റുവാനായിട്ടിടയായി തീരും. നല്ലൊരു വിവാഹം വന്നാൽ, നല്ലൊരു സൽക്കാരം വന്നാൽ നിങ്ങളെ മാറ്റി നിർത്തുന്ന ആ ജനത്തിന് നടുവിൽ നിങ്ങൾക്ക് ഒരു മാന്യത തരുന്ന ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമമാണ് ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ആ നാമത്തിലൂടെയാണ് ഞങ്ങൾ രക്ഷ എന്ന അനുഭവത്തിലൂടെ സമാധാനത്തോടും സന്തോഷത്തോടും ഞങ്ങൾക്ക് ജീവിക്കുവാനായിട്ടിടയായി തീർന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അരികിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ലോകം തരുന്ന സമാധാനം ഒരു മണിക്കൂർ, ഒരു ദിവസമായിരിക്കാം, അത് മദ്യം കൊണ്ടോ മയക്കുമരുന്ന് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഒരു മണിക്കൂർ കൊണ്ട് തീരുമ്പോൾ, ഒരു ദിവസം കൊണ്ട് തീരുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് തരുന്നത് നിത്യമായ സമാധാനമാണ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. പ്രിയ സ്നേഹിത, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അമ്മപെങ്ങന്മാരെ, ഈ വീതിയിൽ നിന്നുകൊണ്ട് വളരെ ശക്തിയോടെ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയുവാനുള്ള, പിന്നെയും നിങ്ങൾക്ക് സമാധാനം തരുവാൻ, നിങ്ങൾ ഇനി ഏതെല്ലാം നേർച്ച കാഴ്ചകൾ കഴിച്ചാലും, ഏതെല്ലാം പുണ്യ സങ്കേതങ്ങളും നഗരങ്ങളും നിങ്ങൾ സന്ദർശിച്ചാലും, നിങ്ങളുടെ കയ്യിലെ സകല നാണയത്തുട്ടുകളും വലിച്ചെറിഞ്ഞാലും ലഭിക്കാത്ത സമാധാനം നിസ്സാരമായി, ഫ്രീയായി യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടിടയായി തീരും. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ഈ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ വലിയ സമാധാനം, ഈ വലിയ രക്ഷയുടെ അനുഭവം ഈ ദേശത്തിൽ ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭിക്കട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇനിയും മുന്നോട്ടൊരു ജീവിതമില്ല, ഒരു മരണം മാത്രമാണ് എന്റെ മുന്നിലുള്ളതെന്ന് ആരെങ്കിലും വിചാരിച്ചുകൊണ്ട് ഒരു മുഴുവൻ കയറിനോ ഏതെങ്കിലും നിലവാരത്തിൽ സൂയിസൈഡ് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ഭവനങ്ങളിലോ എവിടെയെങ്കിലും
ആയിരിക്കുന്ന ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഈ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല, മദ്യപാനം ഒന്നിനൊരു പരിഹാരമല്ല, ലഹരി ഒന്നിനൊരു പരിഹാരമല്ല. പരിഹാരം യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ആ കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുക, ആ കർത്താവിലേക്ക് കടന്നു വരിക, നിങ്ങളുടെ ഹൃദയം തുറന്ന് ആ കർത്താവിന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും യേശു ക്രിസ്തു ഇന്നു മുതൽ പരിഹാരം വരുത്തുക തന്നെ ചെയ്യും. ഒരു നിമിഷം നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് ഏറ്റുപറയുവാനായിട്ട് കഴിയുമോ? കർത്താവേ, ഇങ്ങനൊരു പ്രസംഗം, ഇങ്ങനൊരു സന്ദേശം ഞാൻ കേൾക്കുവാനായിട്ടിടയായി തീർന്നു. ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എന്റെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് അങ്ങനെക്ക് വേണ്ടി കാൽവരിയുടെ കൊലമരത്തിൽ എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് യാഗമരണം വരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ രക്തം എന്റെ പാപത്തിന് പരിഹാരമായി ഞാൻ വിശ്വസിക്കുന്നു. അങ്ങന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ എന്ന് നിങ്ങൾക്ക് സൗമ്യമായി ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമോ? നിങ്ങളുടെ ഹൃദയവാതിൽ യേശു ക്രിസ്തു വന്ന് മുട്ടുന്നുണ്ട്. പ്രിയ സ്നേഹിത, ആ ഹൃദയം തുറന്ന് ഇന്നു മുതൽ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിങ്ങളായിത്തീരേണ്ടതിന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രമിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഏതെങ്കിലും നിലവാരത്തിൽ ഭാരത്തോടോ പ്രയാസത്തോടോ ഒക്കെ ആയിരിക്കുന്നെങ്കിൽ അങ്ങയുടെ നിത്യമായ വചനമയച്ച്, അങ്ങയുടെ സ്നേഹമയച്ച്, അങ്ങയുടെ സമാധാനമയച്ച് ഈ ദേശത്തെ ഞങ്ങളെ കേട്ട പ്രിയപ്പെട്ടവരെയും സമാധാനത്തോടും സന്തോഷത്തോടും നിർത്തേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദേശവും രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു വന്ന് നിത്യരാജ്യത്തിന് അവകാശികളായി തീരേണ്ടതിന് ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച ഈ ദേശത്തിലെ നല്ലവരായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ധർമ്മശാലയിൽ ഞങ്ങളുടെ ഒരു കൗൺസിലിംഗ് സെന്ററും ഒരു ദൈവദാസനും അവിടെ താമസിക്കുന്നുണ്ട്. ആ ദൈവദാസനുമായി നിങ്ങൾ പരിചയപ്പെട്ടാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാനും നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനകൾ ലഭിക്കുവാനും ആ ദൈവദാസൻ ഒരുക്കമാണ്. നിങ്ങൾ ആ ദൈവദാസനുമായി ബന്ധപ്പെടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നു. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.